ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, ഇന്ന് പല വീടുകളിലും ഉല്ലാസത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരു ആ ഒരു തിമിർപ്പ് അല്ലേ, അത് കാണാനില്ല. കടവും വേദനയും ഭാരവും തന്നെ. രണ്ട്, മണവാളൻ്റെയും മണവാട്ടിയുടെയും ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, മണവാളിനും മണവാട്ടി എന്നുള്ളൊരു സന്തോഷം, അതും കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ മക്കള് വീർപ്പ് മുട്ടുമ്പോൾ ആ കുടുംബം മുഴുവൻ ദുഃഖിക്കുകയാണ്. എന്തുകൊണ്ട് എന്ന് വചനം നമ്മോട് പറയുന്നു. ജെറേമിയയുടെ പുസ്തകം 16 അധ്യായം, അതിനകത്ത് പറയാണ്, അതേ വാക്ക് എടുത്തു പറയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഈ ദേശത്ത് നിന്ന് ഉല്ലാസത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആരവവും മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരവും ഞാൻ ഇല്ലാതാക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞ വാക്ക. ഇത് രണ്ടും ഞാൻ അങ്ങോട്ട് എടുത്തു കളയുന്ന ഈ ആഘോഷങ്ങളും ഈ വിവാഹം നടക്കാത്ത അവസ്ഥകളും ഞാൻ അങ്ങോട്ട് എടുത്തു കളയുന്ന. ഇത് പറയുമ്പോ ജനം നിങ്ങളോട് ചോദിക്കും, എന്താ കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് അവര് നിന്നോട് ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെ പറയണം, അതായത് ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി ഞങ്ങൾ എന്ത് പാപ ചെയ്തെന്ന് അവർ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കൂത്രേ. അപ്പൊ നീ അവരോട് പറയണം, നിങ്ങളുടെ പിതാക്കന്മാരോ എന്നെ ഉപേക്ഷിച്ചു, അവർ അന്യദേവന്മാരെ സ്വീകരിക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അവർ എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ നിയമവും അവര് പാലിച്ചില്ല. നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ പിതാക്കന്മാരേക്കാൾ ചീത്തയാണ്. നിങ്ങൾ താന്താങ്ങളുടെ കഠിന ഹൃദയത്തിന്റെ ദുഷ്ടമായ ഇംഗിതങ്ങളെ പിൻചെല്ലുന്നു. എന്നെ അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്തു നിന്ന് നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്ത മറ്റൊരു ദേശത്തേക്ക് വലിച്ചെറിയും. നിങ്ങളവിടെ രാവും പകലും അന്യദേവന്മാരെ സേവിക്കും. നിങ്ങളോട് ഞാൻ കരുണ കാണിക്കുകയുമില്ലാന്ന്. കേട്ടുവോ മക്കളെ വചനം? ഈ വചനം എപ്പോഴും ഞാൻ ആവർത്തിച്ച് വായിക്കുന്ന ഒരു വചനഭാഗമാണ്. അപ്പോ ചില നേരത്തൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കേ, എന്തുകൊണ്ടാണ് കർത്താവെ കുറെ പേരിങ്ങനെ അന്യദേവന്മാരെ ആരാധിക്കും സേവിക്കും ചെയ്ത് നടക്കുന്നത്? എന്നിട്ട് ഇവരെ തിരുത്താനും ഇത് തെറ്റാണെന്ന് പറയാനും എല്ലാവർക്കും പേടിയാണ്, പറയുന്നില്ല. നീ ലോകമെങ്കും പോയി എല്ലാവരോടും എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയാൻ കർത്താവ് പറയുന്നു. എന്താണ് സുവിശേഷം? യേശു ഏകരക്ഷകൻ, അവൻ നമുക്ക് വേണ്ടി മരിച്ചു ഉത്തിതനായി പിതാവിന്റെ അടുത്തിരിക്കുന്നു, അവൻ വീണ്ടും വരും. ഇതാണ് സുവിശേഷം. ഈ സുവിശേഷം പറഞ്ഞു കൊടുക്കാൻ പലർക്കും ധൈര്യമില്ല. എന്നിട്ട് വെറുതെ അങ്ങട് ഇങ്ങടെന്ന് വല്ലൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതാണ് പറയേണ്ടത്. അങ്ങനെ അനേകം മക്കള് ഈ രക്ഷയുടെ സദ്വാർത്ത കേൾക്കണം, അറിയണം. അവര് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. ഇതില്ലാതെ പിതാക്കന്മാരോ ഇതന്നെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു അത്രേ. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? ചിലപ്പോ പള്ളിയുടെ ഓരത്ത് അരികുകളിലൊക്കെ ആയിരുന്നിരിക്കും ഇവരുടെ വീടുകള്. അന്യദേവന്മാരെ ആരാധിക്കും സേവിക്കും. പരീക്ഷണം വരുമ്പോഴാണ് പലരും ഇങ്ങനെ പോകുന്നത്. ഉടനെ കർത്താവ് എന്ത് ചെയ്യും? അവരവിടെ നിന്ന് ഇങ്ങോട്ട് ആകെ ചെടി പറിച്ചെടുക്കണ പോലെ എടുക്കും ഇങ്ങട്. എന്നിട്ട് എവിടെയാണ് അമ്പലം, അതിന്റെ ഓരോ ഓരത്തേക്ക് വിജാതിയൻ തിങ്ങി പാർക്കുന്ന ഒരു ദേശത്ത് കൊണ്ടേ ഒറ്റയേറെ കർത്താവ് പറയും, നീ എവിടെ ഇരുന്നാ മതിയെന്ന്. നീ എവിടെ ഇരുന്നോ? രാവും പകലും അന്യദേവന്മാരെ സേവിക്കാൻ ഞാൻ നിനക്ക് ഇടവരുത്തുന്നു. അപ്പൊ ആരാ അവരെ എറിഞ്ഞു കളയണത്? നീ നീ ഇത് വിളിച്ചാൽ മതി, ഇതിനുള്ള അർഹതയെ നിനക്കുള്ളൂ, നീ അവിടെ ഇരുന്നാ മതി. കർത്താവ് പറയുന്നു, മോശയെ വിളിച്ചപ്പോ കർത്താവ് പറഞ്ഞതാ, ഈ മലയെ സമീപിക്കാൻ ആരെയും അനുവദിക്കരുത്. മൃഗങ്ങളോ ആരെങ്കിലും വിശുദ്ധിയില്ലാതെ ഈ മലയെ സമീപിച്ചാൽ അവര് മരിക്കും, അവരെ കൊന്നുകളയണമെന്ന് കർത്താവ് പറഞ്ഞതാ. അന്ന് പുറപ്പാടിന്റെ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധിയോട് കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാൻ കർത്താവ് നമ്മളെ വിളിക്കണം. കർത്താവ് പറയാണ്, വചനം പറയണതാ, ജെറേമിയയുടെ പുസ്തകം തന്നെ 30 അധ്യായം, അതിനകത്ത് കർത്താവ് പറയാ 31 തിരുവാക്യത്തില്, എന്റെ സന്നിധിയിൽ വരാൻ ഞാൻ അവരെ അനുവദിക്കും, അപ്പോൾ അവർ എൻ്റെ അടുക്കൽ വരും, അല്ലാതെ എന്നെ സമീപിക്കാൻ ആരാണ് ധൈര്യപ്പെടുക? കേട്ടോ മക്കളെ? ഞാൻ അവർക്ക് ദൈവവും അവർ എൻ്റെ ജനവുമായി തീരുന്നു. അപ്പോ ഇതൊരു തെരഞ്ഞെടുക്കപ്പെട്ട ജനം വിളിച്ചു കൂട്ടി കർത്താവ് കൊണ്ടുവന്ന് ഈ ലോകത്തിൽ തന്നെ സ്വർഗത്തിന്റെ മുന്നനുഭവം തന്നുകൊണ്ട്
ദൈവത്തെ ആരാധിക്കാൻ ദൈവം മാറ്റി നിർത്തുന്ന ഒരു ജനമാണ്. സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ കുറച്ച് നാള് കണ്ടില്ല എന്ന് വെച്ചിട്ട് ചിലപ്പോ 1 കൊല്ലം 2 കൊല്ലൊക്കെ ആ വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. കാത്തിരിക്കുക, ക്ഷമാപൂർവം കാത്തുനിന്ന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിന്നാൽ തീർച്ചയായും ദൈവം നമ്മെ എടുത്ത് ഉയർത്തി ഏത് ആവശ്യമാണോ നാം തമ്പുരാന്റെ മുമ്പിൽ വെച്ചത് അത് ദൈവം നമുക്ക് തന്നിരിക്കും. കണ്ടോ, എൻ്റെ അടുക്കൽ വരാൻ ഞാൻ അവരെ അനുവദിക്കും, അല്ലാതെ എൻ്റെ അടുത്ത് വരാൻ ആർക്ക് ധൈര്യം ഉണ്ടാകും? ഹല്ലേലൂയ. വീണ്ടും കർത്താവിന്റെ വചനം നമ്മോട് പറയാണ്, എന്നെ അവരുടെ നാവിൽ പുതിയൊരു ഗാനം ഞാൻ നിക്ഷേപിച്ചു വെക്കുന്നു. ഒരു പുതിയ ഗാനം അവരുടെ നാവിൽ നിക്ഷേപിക്കും. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഹല്ലേലൂയ 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 എന്ന് സ്തുതിക്കാനുള്ള കൃപ നമുക്ക് തരും. തക്ക സമയത്ത് കടം തീരാനും വീട് വെക്കാനും മക്കളുടെ വിവാഹം നടക്കാനും കർത്താവ് വാതിൽ തുറക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവം എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാട്ടോ. ഞങ്ങളുടെ പള്ളിയിൽ എപ്പോഴും വരുന്ന ഒരു ചേച്ചിയാണ്, നല്ല പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചിയാ. ഈ ചേച്ചി ഒരിക്കൽ ഞങ്ങളുടെ പള്ളിയിൽ ഒരു സംഭവം ഉണ്ടായി. അപ്പോ ഞാൻ ഉടനെ തന്നെ അവിടെ ഇരുന്നിട്ട്, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതുപോലെ ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞു. ശക്തമായിട്ട് ഇവർ കുറെ പേരെ എന്നെ അങ്ങോട്ട് എതിർത്തിട്ട് എന്നോട് പറഞ്ഞു, എന്താ ഇപ്പൊ അമ്പലത്തിന്റെ അടുത്ത് വീട് വെച്ചാല് എന്നുള്ള പോലെ അങ്ങോട്ട് പറഞ്ഞിട്ട് ശക്തമായിട്ട് ഒരു എതിർപ്പ്. ഞാൻ വേഗം നിശബ്ദമായി. കർത്താവ് പറയുന്നു, സ്വന്തം നാട്ടിലും ബന്ധുക്കളുടെ ഇടയിലും ഒരാളെയും അവര് വില വയ്ക്കില്ലാന്ന്. കർത്താവ് തെരഞ്ഞെടുത്ത മക്കളെ കർത്താവ് പറഞ്ഞ പ്രവാചകന്മാരുന്നാ. ഞാൻ ആ ഒരു സ്ഥാനപ്പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും എന്നെ നടത്തുന്നത് യേശുവാണെന്നും പരിശുദ്ധാത്മാവാണെന്നും എവിടെ വേണമെങ്കിലും എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഭയങ്കര അമ്പലവാസിയായിരുന്നു ഞാൻ പോകാത്തൊരമ്പലവും ഇല്ല, ഞാൻ ചെയ്യാത്ത ഒരു പൂജയും കർമാദികളും ഇല്ല. ഈ സഹസ്രനാമങ്ങളൊക്കെ ബൈഹാർട്ട് പിടിച്ച് നടന്നു പറഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ എത്രയോ വർഷങ്ങളോളം. ഹല്ലേലൂയ. ഞാൻ എന്ത് നേടി, എന്ത് സമാധാനം എനിക്കുണ്ടായിരുന്നത്? വിഷക്കുപ്പിടുക ചെയ്തത്. അങ്ങനെ വന്നപ്പോഴാണ് പോയൊരു ധ്യാനം കൂടിയത്. ആ ധ്യാനം കൂടി കഴിഞ്ഞിന്നിപ്പോ ഇത്രയും വർഷമായി. വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. എങ്കിൽ പോലും ഞാൻ അറിയാത്തൊരു നാമ്പ്, ആ ഒരു അഗ്നിനാളം എൻ്റെ ഹൃദയത്തിൽ കിടന്ന് ജ്വലിക്കുന്നുണ്ട്. എനിക്കറിയാം യേശു മാത്രമാണ് ദൈവമെന്നും ഇത് ദൈവം അറിഞ്ഞിട്ട് ദൈവം എൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഇത് സഹിക്കാൻ എന്നെ അനുവദിക്കുന്നതെന്നും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ ആ പറഞ്ഞ വ്യക്തി ഒരമ്പലത്തിന്റെ തൊട്ടു മുമ്പിലാണ് വീട് വെച്ച് താമസിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നും. 2 നേരം അമ്പലത്തിലൊക്കെ പാട്ടൊക്കെ വെക്കും. അപ്പൊ ആ ദേവസ്തുതികളാണ് അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനി മക്കളാണ്. ആ ചേച്ചിക്ക് അതിന് യാതൊരു മടുപ്പുമില്ല. മക്കള് വലിയ മക്കളെ 40 42 വയസ്സായി. 2 മക്കള്, വിവാഹമേ നടന്നിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ പറഞ്ഞപ്പോ എന്നോട് എതിർത്തു. പിന്നെ ഞാൻ മിണ്ടാനേ പോയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനി കർത്താവ് അവരെ തൊടട്ടെ, പ്രാർത്ഥനയിൽ ഞാൻ അവരെ ഓർക്കും, പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളോട് പറയണതാ, ഒരു പുതിയ നാമം നിക്ഷേപിച്ച് എൻ്റെ സന്നിധിയിൽ വരാൻ പറഞ്ഞുകൊണ്ട്, അടുത്തത് എന്താ കർത്താവ് തരണമെന്ന് പറഞ്ഞത്? അവർ എൻ്റെ അടുക്കൽ വരും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ഹല്ലേലൂയ. എന്നിട്ട് പറയണ്, ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി അവരുടെ ഹൃദയത്തിൽ ഞാൻ നിക്ഷേപിക്കും. അവർക്ക് ഞാൻ നന്മ ചെയ്യുന്നതിൽ സന്തോഷിക്കും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ അവരെ അവരുടെ ദേശത്ത് നട്ടു വളർത്തും. പ്രൈസ് ദി ലോർഡ്. കേട്ടാ? അപ്പൊ കർത്താവിനോടുള്ള ഒരു ഭക്തി കർത്താവാണ് നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു തരുന്നത്. കർത്താവാണ് എൻ്റെ അടുക്കൽ വരാൻ നമ്മോട് കൽപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ മണവാളന്റെയും മണവാട്ടിയുടെയും ആഹ്ലാദം നമ്മുടെ കുടുംബങ്ങളിൽ നടക്കണമെങ്കിൽ കർത്താവ് മനസ്സ് വെക്കണം. അതിനാദ്യം നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഞാനാ പറഞ്ഞത്. അടുത്ത വചനം പറയണതാണ് 1 സാമുവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 13-ാം തിരുവാക്യം. മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം ഞാൻ അവന്റെ കുടുംബത്തിന്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി അയക്കുന്നു. കേട്ടു എന്റെ കുട്ടികള്? മക്കള് വായെ തോന്നിയത് പറയുമ്പോ മിണ്ടരുത് എന്ന് പറഞ്ഞ് ശാസിക്കണം. അവര് നമ്മളെ എങ്ങനെ പറഞ്ഞാലും കർത്താവ് നമ്മുടെ പക്ഷത്ത് നിൽക്കും. കർത്താവ് ആ വിത്ത് അവിടെ നിങ്ങൾ വിതച്ച ആ വിത്ത് കർത്താവ് മുളപ്പിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വചനം പറയാണ്, അതായത് ലേവ്യരുടെ പുസ്തകം. ആ ലേവ്യരുടെ പുസ്തകത്തില്
കർത്താവ്, അതായത് അഹറോന്റെ കർത്താവ് കുറേ കൽപ്പനകൾ പറഞ്ഞു. അതായത് എങ്ങനെയാണ് പരിഹാര ബലി, ദഹന ബലി, അതെങ്ങനെയാ അർപ്പിക്കേണ്ടത്, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി, സമാധാന ബലി, ഇതിനെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ കർത്താവ് പറഞ്ഞു. ഇന്നെ ആട്ടിൻകുട്ടിയെ പക്ഷികളെയൊക്കെ കൊണ്ടുവരണം, അവിടെ ബലിയർപ്പിക്കണം സമാഗമന കൂടാരത്തില്. എന്നിട്ട് അതിൻ്റെ തോലും അതൊക്കെ ഇവിടെ കളയണം, എവിടെ അഗ്നിക്കിരയാക്കണം, അതിൻ്റെ മേധസ് എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അത് പഴയ നിയമത്തിലാണ്. അത് മുഴുവൻ കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞതും എന്തു വേണ്ടുള്ളൂ, അഹറോന്റെ പുത്രന്മാരായ നാദാബും അബിഹുവും, അഹറോൻ പുരോഹിതനാണ്, അദ്ദേഹത്തിന്റെ മക്കള് രണ്ടുപേരും എന്തു ചെയ്തു? എടുക്കും കേട്ടോളൂ മക്കളെ. അവര് തങ്ങളുടെ ധൂപക്കലശം എടുത്തിട്ട് അതിൽ തീ കൊളുത്തി, അതിൽ കുന്തുരുക്കമിട്ട് കർത്താവിന്റെ മുൻപിൽ അർപ്പിച്ചു. ഒരു പ്രത്യേക, അത് കർത്താവ് പറയാത്ത കാര്യം, അവിടുന്ന് കൽപ്പിച്ചിട്ടില്ലായികയാൽ ആ അഗ്നി അവിശുദ്ധമായിരുന്നു. അതിനാൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് അവരെ വിഴുങ്ങി. അവർ അവിടുത്തെ മുൻപിൽ വെച്ച് മരിച്ചു വീണു. അപ്പോൾ മോശ അഹ്റോനോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധനാണെന്ന് കാണിച്ചു കൊടുക്കും. എല്ലാ ജനങ്ങളുടെയും മുൻപിൽ എൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. കണ്ടു, രണ്ട് കാര്യമാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്. ഒന്ന്, എന്നെ സമീപിക്കുന്നവരെ ഞാൻ പറഞ്ഞത് വേണം ചെയ്യാൻ, ഞാൻ പരിശുദ്ധനാണെന്ന് അവർക്ക് ഞാൻ വെളിപ്പെടുത്തി കൊടുക്കും. അപ്പൊ നമുക്ക് ഈ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നത് നമ്മുടെ പരിശുദ്ധിയുടെ കുറവ് കൊണ്ട്. നമ്മളെ വിശുദ്ധരാക്കാൻ നമുക്ക് നമ്മൾ പിന്നീട് മനസ്സിലാക്കും, അതായത് ദൈവം പരിശുദ്ധനാണ്. മാലാകമാർ പറയും പോലെ പരിശുദ്ധൻ 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 എന്ന് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയും. രണ്ടാമത് പറയുന്നു, എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ഇവിടെ എൻ്റെ മക്കൾ ആലോചിച്ച് നോക്ക്. രണ്ടാമത് തന്നെ സാമുവേലിന്റെ പുസ്തകത്തില് ഏലിയുടെ മക്കള് രണ്ടുപേര്, അവര് വാഗ്ദാന പേടകം കൊണ്ടുവരികയാണ്. അതിൽ പറയുന്ന ആ വചനഭാഗം പറയാണ്, അവരൊരു ഭയഭക്തി ബഹുമാനമില്ലാതെ കെയർലെസ് ആയിട്ട് ആ വാഗ്ദാന പേടകത്തെ തൊട്ടുത്രേ. തൊട്ടപാടെ തന്നെ ഹോഫ്നി ഫിനേഹാസ് എന്ന് പറയുന്ന ഏലി പുരോഹിതന്റെ മക്കള് രണ്ടുപേരും അവിടെ മരിച്ചു വീണു. ഹല്ലേലൂയ. ആരാ മക്കളെ ഈ വാഗ്ദാന പേടകം? പരിശുദ്ധ കന്യക മാതാവാണ്. അമ്മയാണ് ആദ്യത്തെ സക്രാരി, അമ്മയാണ് വാഗ്ദാന പേടകം. പറയണവർക്ക് പലതും പറയാം. പലപ്പോഴും ഇപ്പോ യൂട്യൂബിൽ ഇങ്ങനെ കാണും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയാം, എൻ്റെ കർത്താവേ, ഇവർക്ക് വരാനിരിക്കുന്ന ശിക്ഷ ഇവര് മനസ്സിലാക്കുന്നില്ലല്ലോ, എന്താ ഇവര് പറയുന്നത്? ഈ യൂട്യൂബ് പറയുമ്പോ വല്ല കൂടി പോയില്ല 10,000-10,000 അല്ലെങ്കിൽ അവർക്കൊക്കെ ഈ ലക്ഷങ്ങൾ പേര് കാണുമ്പോൾ കുറെ പൈസ കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. എനിക്ക് അറിയുന്നില്ല എത്ര കിട്ടും എന്നുള്ളത്. അപ്പോ വല്ല 1000 പേരോ 2000 പേരൊക്കെ ഒന്നും കിട്ടാൻ പോണില്ലേ മക്കളെ? നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പറയുന്നവര് മുഴുവനും കുറെ പൈസ കിട്ടാൻ വേണ്ടിയായിരിക്കുന്നത്? ഒരിക്കലുമല്ല. ഇത് സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ദുരിതം എന്ന കർത്താവ് പറയുന്നത്. നമ്മുടെ നാവിൽ വചനം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പറഞ്ഞേ പറ്റൂ. മരിക്കും വരെ, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു വെക്കോട്ടെ, മരിക്കും വരെ ലോകത്തിലേക്ക് സുവിശേഷം കൊടുക്കണം. ഇപ്പൊ എന്നെ വിളിക്കുന്ന അനേക മക്കളുണ്ട്. അവര് ഒട്ടുമിക്കതും ചെറുപ്പം കുട്ടികളാ. അവര് പലരും എന്നോട് പറയുന്ന ഒരു കാര്യ, ദൈവമേ, ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ചേച്ചിന്ന്. അപ്പൊ അത് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷാണെന്നറിയോ. അവര് പ്രാർത്ഥിക്കുന്നു. അതിനേക്കാൾ ഉപരി അവരൊക്കെ പറയും, ഞങ്ങൾ ധാരാളം ജപമാല ചൊല്ലാൻ തുടങ്ങിയെന്ന്. ജപമാല ചൊല്ലണം എന്നൊരു ഇൻസ്പിരേഷൻ ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇൻസ്പയർ ആയി അവരെല്ലാവരും. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളോട് ചേച്ചി സ്നേഹത്തോടെ പറയാണ്, കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് അനുസരിക്കുക, ബൈബിൾ വായിക്കുക, പഠിക്കുക, ആവർത്തിച്ച് പറഞ്ഞ് നടക്കുക, കൂദാശകളാകുന്ന ദൈവവരപ്രസാദ സ്വീകരിക്കുക. ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ, ആമേൻ.